ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ നഴ്സ് ജംഗ്ഷൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇതുവരെ അനാട്ടമിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി അനാട്ടമിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സസിലോട്ട് കടക്കാം. ഇതുവരെ തിയറി ക്ലാസ്സസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ജസ്റ്റ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ അധികം വ്യൂസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. സോ ഇത്തിരി വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ ഇനി വൈകിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ എക്സാംസിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അല്ലാതെ നമുക്കൊരു ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റാഫായിരുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തൊരു സ്റ്റാഫാണ് ഞാനും. 5-6 വർഷം പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് അവിടെ ആ സമയത്ത് നമ്മൾ PSC എക്സാം ഒക്കെ എഴുതാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പഠിക്കുകയൊന്നുമില്ല, പഠിച്ചിരുന്നില്ല. പ്രൈവറ്റിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളൊരു ചിന്തയും ആ സമയത്ത് ഉണ്ടായില്ല. പിന്നെ വീട്ടുകാരുടെ പ്രഷർ, അവർ PSC എക്സാം വരുമ്പോൾ നിങ്ങൾ പോയി എഴുതണം, PSC ഗവൺമെൻറ് ജോലി വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പോയിട്ട് എഴുതുന്നു. അല്ലാതെ പഠിക്കാതെയാണ് പോയി എഴുതുന്നത്. ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത്, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടാകുമ്പോൾ നമ്മൾ ഈ കുറച്ച് ദിവസം ഒന്ന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചത് കൊണ്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. നമ്മൾ ഒരിക്കലും നമുക്കൊരു ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, നമ്മളെ കൊണ്ട് അതൊന്നും പഠിച്ച് തീരില്ല എന്നുള്ളൊരു ചിന്ത, ആ ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും ഫിക്സ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്നോ ഒന്നും തോന്നാത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തായാലും നമുക്ക് ഒത്തിരി സമയം നമുക്ക് പഠിക്കാനൊന്നും കിട്ടുന്നില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്, ക്ഷീണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നിട്ടും നമ്മൾ ആ സമയത്തിന് വേണ്ടി ആ സമയത്ത് നമ്മൾ പഠിക്കാനൊന്നും നമ്മൾ മെനക്കെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്നൊരു തോന്നലൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. പിന്നീട് ഒരു ജോലി നഷ്ടമായി, അതായത് ഒരു 5-6 വർഷം കഴിഞ്ഞ് ഒരു 1 ഇയർ ഗ്യാപ്പൊക്കെ ആയപ്പോൾ നമുക്ക് ഒരു ജോലി വേണമെന്നൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ഒരു തോന്നൽ വന്നത് ആ സമയത്താണ്. ആ സമയത്ത് നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. എന്ന് വെച്ചാൽ കഴിഞ്ഞ DME എക്സാമിൻ്റെ ആ ഒരു സമയത്ത്, കഴിഞ്ഞ DME എക്സാമിൻ്റെ 3 മാസം മുന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ആ ഒരു 3 മാസം മാത്രമേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ. കാരണം അതിന് മുന്നേ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 3 മാസത്തെ ടൈം പീരീഡിലാണ്. ആ ടൈം പീരീഡിൽ ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുമുണ്ട്, ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടി. അപ്പോൾ അന്ന് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്. അതുവരെ എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു 3 മാസം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയും പഠിച്ചാൽ നമുക്ക് നമുക്ക് നല്ലൊരു എക്സാംസിന് നല്ലൊരു റാങ്ക് മേടിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ പഠിക്കാനുള്ള ആ ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത്. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്കത് പഠിക്കാനും പറ്റുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി നഷ്ടമായ ആൾക്കാരാണ്. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാതെ വെറുതെ എഴുതി, എക്സാംസ് പോയി എഴുതി, 80 ക്വസ്റ്റ്യനിൽ 100 ക്വസ്റ്റ്യനിൽ 80 ക്വസ്റ്റ്യൻസ് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് അത് നെഗറ്റീവ് അടിച്ച് റാങ്ക് ലിസ്റ്റിൽ പോലും വരാത്ത ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഈ ഒരു 3 മാസ കാലയളവിൽ എന്നെ കൊണ്ട് 3 മാസം കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ടും അത് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു ദിവസം ഒരു 10-12 മണിക്കൂറൊക്കെ ഒരു ദിവസം ഞാൻ പഠിച്ച ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ 2 മണിക്ക്, രാത്രി 2 മണിക്ക് ശേഷമൊക്കെ ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം അങ്ങനെയൊക്കെ പഠിച്ച് കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു ജോലി, നല്ലൊരു ജോലി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് നല്ലൊരു റാങ്കിന് വേണ്ടി നമ്മളെപ്പോഴും കഷ്ടപ്പെട്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും നമുക്ക് വലിയ സാലറിയും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ വർക്ക് ചെയ്ത് നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് സാലറി ആണ് അല്ലേ, ഒരു 20,000 ഒക്കെയാണ് നമ്മുടെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സാലറി. എല്ലാ ഹോസ്പിറ്റലൊന്നും സാലറി ഒന്നും ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടില്ല. ചില ഹോസ്പിറ്റലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം പല ഹോസ്പിറ്റലുകളും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഭാവിയിലുണ്ട്. നല്ലൊരു ജോലി നമുക്ക് കിട്ടി, ഒരു സ്ഥിരതയുള്ള ജോലിയാണ് ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമുക്കൊരു ഗവൺമെൻറ് ജോലി തന്നെയാണ്. അപ്പോൾ പുറത്തേക്കൊന്നും പോകാത്ത ആൾക്കാർ, ഇപ്പം പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് പുറത്ത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് നല്ല സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ജോലി, അല്ല ഒരു വീട്ടിലെ കുട്ടികൾ, അപ്പോൾ അവർ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് ചിലപ്പം പിടിക്കാതിരിക്കാം. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ചിലപ്പം പുറത്തേക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് നാട്ടിലൊരു ഗവൺമെൻറ് ജോലിയാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി അഥവാ നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ജോലി
ഗവൺമെൻറ് ജോലി നാട്ടിലുണ്ടെങ്കിൽ 5 വർഷത്തെ ലീവ് നമുക്ക് ഗവൺമെൻറ് ജോലിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ 5 വർഷത്തെ ലീവ് നമുക്ക് പുറത്ത് പോയിട്ട് ഇത്തിരി സമ്പാദിച്ചിട്ടൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 3 മാസം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. കാരണം ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം, അല്ലാതെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ജോലി കിട്ടും. ഈ ഒരു 3 മാസം ഞാൻ പഠിച്ചിട്ട് അതിന് ശേഷം എഴുതിയ എല്ലാ എക്സാംസിലും എനിക്ക് നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 മാസം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു നിലയിലെത്താൻ പറ്റുമെന്നത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കാരണം നമ്മൾ ഇനി പഠിച്ചാൽ നമുക്ക് കിട്ടുമോ, നമ്മൾ ഇനി കിട്ടില്ലേ എന്നൊക്കെ ഓർത്ത് നമ്മൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമുക്ക് കിട്ടും, നമുക്ക് കിട്ടണം എന്ന് തന്നെ ഓർത്ത് നമ്മൾ പഠിക്കാനിരിക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു ജോലി കിട്ടുള്ളൂ. നമുക്ക് സ്കിന്നിൻ്റെ അനാട്ടമി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് MCQ ബേസിസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇൻ ഡെപ്തിൽ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പഠിക്കാൻ കാണും. അതൊന്നും നമ്മൾ പഠിച്ച് തീരാനും പോകുന്നില്ല. പിന്നെ നമ്മൾ നഴ്സിംഗിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല PSC എക്സാംസിൽ ചോദിക്കുന്നത്. ഒന്നെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതാണെങ്കിൽ നമുക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ചിട്ട് ഒരു ഹയർ ലെവലിൽ ഉള്ള കാര്യങ്ങൾ, MBBS ലെവലിലുള്ള കുറച്ച് MCQs ഒക്കെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. സോ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം സ്കിന്ന്. ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? സ്കിന്നാണ്. ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? ലിവർ ആണ്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സ്കിൻ എന്ന് പറയുന്നത് 2 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. പിന്നെ വെയിറ്റ് 4.5 to 5 kg ആണ് സ്കിന്നിൻ്റെ വെയിറ്റ്. അതിൽ നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റിൻ്റെ 7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്കിന്നാണ്. പിന്നെ സ്കിന്നിന് 3 ലെയർ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്, ഇതാണ് 3 ലെയറുകൾ. തിക്കസ്റ്റ് സ്കിൻ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള സ്കിൻ ഏതാണ്? ഹീൽ ഓഫ് ദ ഫീറ്റ് ആൻഡ് പാംസ്, നമ്മുടെ കയ്യിലുള്ള അതും അതുപോലെ തന്നെ കാൽപാദം അവിടെ വരുന്ന ഹീലിൻ്റെ അടുത്തുള്ള ആ ഒരു സ്കിന്നുമാണ് ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള സ്കിന്ന്. അവിടെ നമുക്ക് എപ്പിഡെർമിസിൽ 5 ലെയറുകളാണുള്ളത്. ആ 5 ലെയറും ഈ തിക്കസ്റ്റ് സ്കിന്നിലുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 4 millimeter ആണ്. തിന്നസ്റ്റ് ലെയർ എന്ന് പറയുമ്പം ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ലെയർ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഐലിഡ്, അതുപോലെ തന്നെ ഗ്ലാൻഡ് പെനിസ്, ഇതിലൊക്കെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അതായത് ഗ്ലാൻഡ് പെനിസിൻ്റെ ഒക്കെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതായത് 0.5 millimeter ആണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിക്കസ്റ്റ് സ്കിൻ എന്ന് പറയുമ്പോൾ അവിടെ 5 ലെയർ ഓഫ് എപ്പിഡെർമിസും കാണുന്നുണ്ട്. തിന്നസ്റ്റ് സ്കിന്നിൽ അവിടെ 4 ലെയർ എപ്പിഡെർമിസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവിടെ ഒരു ലെയർ മിസ്സിംഗ് ആണ്. അത് ഏതാണ് ആ ലെയർ? സ്ട്രാറ്റം ലുസീഡിയം ആണ് അവിടെ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്തതും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോയിൽ മാർക്ക് ചെയ്തതും പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കൂടെയാണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്യണം. നമുക്കിവിടെ തിന്നസ്റ്റ് സ്കിൻ എന്ന് പറയുമ്പോൾ അവിടെ ആബ്സെൻ്റ് ആയിട്ടുള്ളത് സ്ട്രാറ്റം ലുസീഡിയം ആണ് ആബ്സെൻ്റ്. തിക്കസ്റ്റ് സ്കിൻ എന്ന് പറയുന്നത് എന്താണ്? ഹീൽ ഓഫ് ദ ഫീറ്റ് ആൻഡ് പാം ആണ്. അത് ചോദിച്ചതാണ് മുന്നേ. നെക്സ്റ്റ് നമുക്ക് ഓരോന്നും പഠിക്കാം. എപ്പിഡെർമിസ് ലേക്ക് പോവാം നമുക്ക് ആദ്യം. അതിൽ ഫസ്റ്റ് വൺ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് എക്ടോഡെർമിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൽ ഇറ്റ് ഈസ് എ തിൻ അവാസ്കുലാർ സൂപ്പർഫിഷ്യൽ ലെയർ. അതായത് എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഏറ്റവും ആദ്യം നമുക്ക് സ്കിന്നിൽ കാണാൻ പറ്റുന്ന ആ ലെയറിലെ ഏറ്റവും സൂപ്പർഫിഷ്യലായിട്ട് കാണാൻ പറ്റുന്ന ലെയർ, അതാണ് നമ്മുടെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡെർമിസിൽ തന്നെ എന്തുണ്ട്? 5 ലെയറുകളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ മേലെ പറഞ്ഞത്. ഈ ഒരു എന്താണ് തിക്കസ്റ്റ് സ്കിന്നും തിന്നസ്റ്റ് സ്കിന്നും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 5 ലെയറിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ എപ്പിഡെർമിസിൽ 5 ലെയറുകളാണുള്ളത്. ആ 5 ലെയറും എന്താണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ഓഫ് ദ എപ്പിഡെർമിസ് വിത്തിൻ 40 days ആണ്. അതായത് നമുക്ക് എപ്പിഡെർമിസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റെജുവിനേറ്റ് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് 40 days ആണ്. There is no nerve endings and also blood vessels in the epidermis. അവിടെ യാതൊരു തരത്തിലുള്ള നെർവ് എൻഡിങ്സോ അതുപോലെ തന്നെ ബ്ലഡ് വെസൽസോ ഒന്നും തന്നെ ഇല്ല. അതാണ് നമുക്കവിടെ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തൊക്കെ ചെറിയൊരു എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വേദനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അധികം ബ്ലീഡിങ്ങോ ഒന്നും ഉണ്ടാകുന്നില്ല. അതിന് കാരണം ഇതാണ്. നെക്സ്റ്റ് എപ്പിഡെർമിസിൻ്റെ സെൽസുകളിലേക്ക് പോകാം നമുക്ക്.
കെരാറ്റിനോസൈറ്റ്, ഫസ്റ്റ് വൺ ഈസ് കെരാറ്റിനോസൈറ്റ്, സെക്കൻഡ് വൺ മെലനോസൈറ്റ്, നെക്സ്റ്റ് ലാംഗർഹാൻസ് സെൽസ്, അതുപോലെ തന്നെ മെർക്കൽ സെൽസ്. ഇതൊക്കെയാണ് 4 സെൽസുകൾ, എപ്പിഡെർമിസിലുള്ള സെല്ലുകൾ എന്ന് പറയുന്നത്. അതിൽ കെരാറ്റിനോസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 90% എന്താണ്, കെരാറ്റിനോസൈറ്റ്സ് ആണ്. എന്താണ് കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രൈമറി ടൈപ്പ് ഓഫ് സെൽ ദാറ്റ് ഫൗണ്ട് ഇൻ ദ എപ്പിഡെർമിസ് ആണ്. നമ്മുടെ എപ്പിഡെർമിസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന സെല്ലെന്ന് പറയുന്നത് കെരാറ്റിനോസൈറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു ഹോൺ ലൈക്ക് അപ്പിയറൻസ് ആണ്. കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ഫൈബ്രസ് പ്രോട്ടീൻ സ്ട്രക്ചർ ദാറ്റ് സ്ട്രെങ്തൻ ദ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ. നമ്മുടെ സ്കിന്നിനും ഹെയറിനും നെയിലിനൊക്കെ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു ഫൈബ്രസ് പ്രോട്ടീനെയാണ് നമ്മൾ കെരാറ്റിൻ എന്ന് പറയുന്നത്. കെരാറ്റിൻ റീപ്ലേസ്മെൻറ്റിൻ്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 to 4 വീക്ക് ആണ്. നെക്സ്റ്റ് മെലനോസൈറ്റ്. മെയിൻലി നമുക്ക് എപ്പിഡെർമിസിൽ 8% മാത്രമേ മെലനോസൈറ്റ് കാണുന്നുള്ളൂ. മെലനോസൈറ്റിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് പ്രൊഡ്യൂസസ് ദി മെലാനിൻ ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ദ UV അബ്സോർപ്ഷൻ. മെലാനിൻ എന്ന് പറയുമ്പം മെലാനിനാണ് നമുക്ക് സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ അൾട്രാ വയലറ്റ് റേസിൻ്റെ അബ്സോർപ്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മെലാനിനാണ്. നെക്സ്റ്റ് ലാംഗർഹാൻസ് സെൽസ്. ലാംഗർഹാൻസ് സെൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ സ്കിന്നിന് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് എന്താണ്, ലാംഗർഹാൻസ് സെൽസ് ആണ്. സ്കിന്നിലെ ലാംഗർഹാൻസ് സെൽസ് ആണ്. അതുപോലെ ഓരോ ഓർഗൻസിലും ഓരോ തരം സെല്ലുകളാണ്. ഇപ്പോൾ നമുക്ക് ലിവർ എടുക്കുകയാണെങ്കിൽ ലിവറിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഏതാണ്, കുഫർ സെൽസുകളാണ്. ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ബ്രെയിനിന് നമുക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന എന്താണ്, ഗ്ലയൽ സെൽസുകളാണ്. അങ്ങനെ ഓരോ ഓർഗനും ഓരോ സെൽസുകളുണ്ട് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് മെർക്കൽ സെല്ല്. മെർക്കൽ സെൽ എന്ന് പറയുമ്പം ഇറ്റ് ഹെൽപ്പ് ഇൻ ദ സെൻസേഷൻ ആൻഡ് ടച്ച്. നമ്മൾക്ക് സെൻസേഷനും അതുപോലെ തന്നെ ടച്ചും അറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മെർക്കൽ സെല്ലുകളാണ്. നെക്സ്റ്റ് സ്കിൻ കളർ ഡിറ്റർമൈനിങ് ഫാക്ടേഴ്സ്. മെയിനായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നത് 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മെലനോസൈറ്റ്, നേരത്തെ പറഞ്ഞ പോലെ മെലനോസൈറ്റ് ആണ് നമുക്ക് സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ കൊടുക്കുന്നതും ഒക്കെ തന്നെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് HB. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, കെരോട്ടിൻ പ്രോ വൈറ്റമിൻ A. ഇത് 3ഉമാണ് നമുക്ക് സ്കിന്നിന് കളർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആബ്സെൻസ് ഓഫ് മെലനോസൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ആ കണ്ടീഷനെ പറയുന്ന പേരെന്താണ്, വിറ്റലൈഗോ ആണ്. വിറ്റലൈഗ അഥവാ ല്യൂക്കോഡെർമ. വിറ്റലൈഗേൻ്റെ മറ്റൊരു പേരാണ് ല്യൂക്കോഡെർമ. വിറ്റലൈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വെള്ളപ്പാണ്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് വിറ്റലൈഗോ എന്ന് പറയുന്നത്. അവിടെ മെലനോസൈറ്റ് ആബ്സെൻ്റ് ആകുമ്പോൾ അവിടെ എന്താണ്, സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ നഷ്ടപ്പെടുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, സ്കിന്നിന് കളറ് ഇല്ലാണ്ടാവുന്നു. അവിടെ എവിടെയൊക്കെ ആയിട്ട് വെള്ള നിറത്തിലൊക്കെ കാണുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിറ്റലൈഗോ എന്ന് പറയുന്നത് അഥവാ ല്യൂക്കോഡെർമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എപ്പിഡെർമിസിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 ലെയറുകളാണ് ഉള്ളതെന്നാണ് നമ്മൾ മുന്നേ പറഞ്ഞതല്ലേ. അപ്പോൾ 5 ലെയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രാറ്റം ബേസിൽ അഥവാ സ്ട്രാറ്റം ജെർമിനേറ്റം. സെക്കൻഡ് വൺ ഈസ് സ്ട്രാറ്റം സ്പൈനോസം. തേർഡ് വൺ ഈസ് സ്ട്രാറ്റം ഗ്രാനുലോസം ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സ്ട്രാറ്റം ലൂസീഡിയം. ഫിഫ്ത്ത് വൺ ഈസ് സ്ട്രാറ്റം കോർണിയം. ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് ബോട്ടം ലെയർ ടു ഒരു സൂപ്പർഫിഷ്യൽ ലെയറിൻ്റെ ഓർഡറിലാട്ടോ പറഞ്ഞിരിക്കുന്നത്. ബോട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ് സ്ട്രാറ്റം ബേസിൽ അഥവാ സ്ട്രാറ്റം ജെർമിനേറ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിംഗിൾ റോ ഓഫ് സെൽ കോൺസ്റ്റന്റ്ലി ജെർമിനേറ്റിംഗ് ദ ന്യൂ സെൽസ്. മെലനോസൈറ്റ്, മെർക്കൽ സെൽസ്, കെരാറ്റിനോസൈറ്റ്സ്, ഇതാണ് ഈ 3 സെല്ലുകളാണ് ഇവിടെ സ്ട്രാറ്റം ബേസിലയിൽ നമുക്ക് കോമൺ ആയിട്ടും കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സ്ട്രാറ്റം സ്പൈനോസം. ഇറ്റ്സ് എ സ്പൈൻ ലൈക്ക് പ്രോട്ടോപ്ലാസ്മിക് പ്രൊജക്ഷൻ. ഇറ്റ്സ് എ സെൽ ദാറ്റ് കണക്റ്റിംഗ് ടു വൺ അനദർ. ലാംഗർഹാൻസ് സെൽസുകളാണ് നമുക്ക് സ്ട്രാറ്റം സ്പൈനോസത്തിൽ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സ്ട്രാറ്റം ഗ്രാനുലോസം. ഇറ്റ്സ് എ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് കെരാറ്റിനോസൈറ്റ്. നെക്സ്റ്റ് സ്ട്രാറ്റം ലുസീഡിയം. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. ഓൺലി ഇൻ പാം ആൻഡ് സോൾസിൽ മാത്രമേ നമുക്ക് സ്ട്രാറ്റം ലുസീഡിയം കാണുന്നുള്ളൂ. പാംസ് ആൻഡ് സോൾസ് എന്ന് പറയുമ്പോൾ തിക്കസ്റ്റ് സ്കിന്ന്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന സെല്ലുകളാണ് എന്ത്, സ്ട്രാറ്റം ലുസീഡിയം എന്ന് പറയുന്നത്. സെമി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ സ്ട്രാറ്റം ലുസീഡിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ ദ സ്ട്രാറ്റം ഗ്രാനുലോസം ആൻഡ് സ്ട്രാറ്റം കോർണിയം. നെക്സ്റ്റ് സ്ട്രാറ്റം കോർണിയം. സ്ട്രാറ്റം കോർണിയം ഈസ് എ സൂപ്പർഫിഷ്യൽ ലെയർ. ഏറ്റവും പുറത്ത് കാണുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ലെയർ എന്ന് പറയുന്നത് ഡെർമിസ് ആണ്. ഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ ബിലോ ദ എപ്പിഡെർമിസ്. നമ്മൾ നേരത്തെ എപ്പിഡെർമിസ് പഠിച്ചു. എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെർമിസ് എന്ന് പറയുന്നത്. ഡെർമിസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ഫ്രം 1 to 4 millimeter ആണ്. ഇറ്റ് ഈസ് ഹൈലി വാസ്കുലാർ ആണ് ഡെർമിസ് എന്ന് പറയുന്നത്. എപ്പിഡെർമിസിൽ എന്താണ് നമ്മൾ പഠിച്ചത്, അവിടെ ബ്ലഡ് വെസൽസോ നെർവ് എൻഡിങ്സോ ഒന്നും തന്നെ ഇല്ല എപ്പിഡെർമിസിൽ. പക്ഷേ ഡെർമിസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, ഇറ്റ് ഈസ് വാസ്കുലാർ.
ഡെർമിസിൻ്റെ അക്സസറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബ്ലഡ് വെസൽസ്, സ്മീസ്നേഴ്സ് കോർപ്പസൽസ്, നെർവ് എൻഡിങ്സ്. ദേ ആർ മോർ സെൻസിറ്റീവ് ടു ടച്ച്. 2 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ് നമുക്ക് ഡെർമിസിൽ കാണുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്രിയോസെപ്റ്റേഴ്സ് ആണ്. എന്താണ് പ്രൊപ്രിയോസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? It is a sensory receptor that located in the subcutaneous tissue, and it is capable of detecting motion and position of the body through a stimulus produced within the body. നമ്മുടെ ബോഡിയുടെ പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ്, നമ്മുടെ മൂവ്മെൻറ്റ്, ബോഡിയുടെ മൂവ്മെൻറ്റ് ഇതൊക്കെ തന്നെ സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൊപ്രിയോസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ലിഗമെൻറ്റ്സ്, മസിൽസ്, വെസ്റ്റിബുലാർ സിസ്റ്റം, ഇതൊക്കെ എന്താണ്? പ്രൊപ്രിയോസെപ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നോസിസെപ്റ്റർ. ഇറ്റ് ഈസ് എ പെയിൻഫുൾ സ്റ്റിമുലൈ റിസപ്റ്റർ ഇൻ ഓൾ എക്സെപ്റ്റ് ബ്രെയിൻ. ബ്രെയിൻ ഒഴികെ ബാക്കി എല്ലാത്തിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? നോസിസെപ്റ്റർ കാണാൻ പറ്റും. നെക്സ്റ്റ്, സ്കിന്നിൻ്റെ അടുത്ത ലെയർ എന്ന് പറയുന്നത് ഹൈപ്പോഡെർമിസ് ആണ്. ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ തിക്ക് ബണ്ടിൽ ഓഫ് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്. ഇറ്റ് ഈസ് എ ലാർജ് ഫാറ്റ് സെൽസ്. ഏറ്റവും കൂടുതൽ ഫാറ്റ് കാണാൻ പറ്റുന്നത് നമുക്ക് ഹൈപ്പോഡെർമിസിലാണ്. ഐലിഡ്, അതായത് പ്രപ്യൂസ്, സ്ക്രോട്ടം, ഇവിടെയൊന്നും നമുക്ക് ഹൈപ്പോഡെർമിസ് കാണാൻ പറ്റില്ല. ഇത് എന്താണ്? ഹൈപ്പോഡെർമിസ് ആണ് നമ്മുടെ സ്കിന്നിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് തന്നെ എന്താണ്? ഹൈപ്പോഡെർമിസ് ആണ്. ഇനി നമുക്ക് അപ്പൻഡേജസ് ഓഫ് ദ സ്കിന്ന് കുറച്ച് പഠിക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത് സ്കിന്നിൻ്റെ ഒരു പിക്ചറാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ സ്കിന്നിൻ്റെ ലെയേഴ്സ് നമുക്കിതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 3 ലെയറുകൾ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, എപ്പിഡെർമിസ് കാണുന്നില്ലല്ലേ? ഒരു മിനിറ്റ്. എപ്പിഡെർമിസ് കാണുന്നത്, എപ്പിഡെർമിസ്, അതുപോലെ തന്നെ ഡെർമിസ്, അതുപോലെ തന്നെ ഹൈപ്പോഡെർമിസ്. ഈ 3 ലെയർ നമുക്കിതിൽ കാണാൻ പറ്റും. എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നെർവ് എൻഡിങ്സും ബ്ലഡ് വെസൽസും ഒന്നുമില്ല. ഡെർമിസിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവിടെ കണ്ടില്ലേ, ഡെർമിസിൽ എന്തുണ്ട്? ബ്ലഡ് വെസൽസ്, അതുപോലെ തന്നെ നെർവ് എൻഡിങ്സ് ഒക്കെ നമുക്ക് ഈ ഡെർമിസിൽ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ലാസ്റ്റ് അടിയിൽ ഇന്നർമോസ്റ്റ് ആയിട്ട് കാണുന്ന ആ ലെയറാണ് എന്ത്? ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കൂടുതലും ഫാറ്റ് ടിഷ്യൂസ് ആണ് കാണുന്നത്. ഇത്രയാണ് നമ്മൾ സ്കിന്നിൽ ഇന്ന് പഠിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് ലൈക്ക് ചെയ്യുക. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾസോ. ആൻഡ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. സോ താങ്ക് യു.